ഹായ് ഗൈസ്, അപ്പോൾ ഞാനും തനിക്കുട്ടി ഏട്ടനും കൂടി ബീച്ചിൽ പോവുകയാണ് ഏട്ടാ. അപ്പോൾ പോയിട്ട് കാണാം കേട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ. തനുക്കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് എൻ്റെ മടിയിൽ വന്നിരിക്കാൻ. തനുക്കുട്ടി എൻ്റെ മടിയിൽ ഇരുന്നില്ല ഏട്ടാ. സീറ്റിൻ്റെ അങ്ങറ്റമാണ് തനുക്കുട്ടി ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് തനുക്കുട്ടി ഇരിക്കാനില്ല. നമ്മളവിടെ പോയി എത്തി ഏട്ടാ. ഇത് നമ്മളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ഏട്ടാ. ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമ്മളവിടെ എത്തും കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കാണുമായിരുന്നു. ഇന്ന് അത്ര സ്ഥലമൊന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ വന്നത് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും ഇവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ ഒന്ന് കളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. ഏട്ടനാണ് തനുക്കുട്ടി എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ഇത്ര തിരക്കൊന്നും കാണില്ല കേട്ടോ. ഇത് സോമതീരം ബീച്ചാണ് കേട്ടോ. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ കുതിരയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഏട്ടാ, ഞാനും തനുക്കുട്ടനും കൂടെ. അപ്പോൾ തനുക്കുട്ടൻ ഇപ്പം പേടിയാണ് ഏട്ടാ കയറാനൊക്കെ. ഞാൻ ഇപ്പോൾ തനുക്കുട്ടനെ കടലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ തനുക്കുട്ടന് ഭയങ്കര പേടിയാണ് ഏട്ടാ. കടലിലിറങ്ങാനും ഒക്കെ ഭയങ്കര പേടിയാണ്. തനുക്കുട്ടിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ് ഏട്ടാ. താഴെ ഇറങ്ങണ്ട താഴെ ഇറങ്ങോ. താഴെ പറ ഗൈസ്. എന്നിട്ട് തനുക്കുട്ടി ഏട്ട ഒന്ന് താഴെ ഇറക്കി നോക്കി കേട്ടോ. പക്ഷേ തനുക്കുട്ടി നിൽക്കല്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ തനുക്കുട്ടി എടുത്തിട്ട് നമ്മൾ നടന്ന് ഫോട്ടോ എടുക്കുന്നിടത്തോട്ട് പോവുകയാണ് ഏട്ടാ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് മാങ്ങയും പിന്നെ പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തിലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ വന്നപ്പോൾ കണ്ടല്ല കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, അവിടെയാണ് ഏട്ടാ ആദ്യം നമ്മൾ പോയത്. അവിടെ തനുക്കുട്ടിക്ക് നല്ല നടക്കാനൊക്കെ പറ്റണം. തനുക്കുട്ടി അവിടെയൊക്കെ നടന്ന് ഭയങ്കരത്ത് കളിക്കണം ഏട്ടാ. പക്ഷേ തനുക്കുട്ടി മണലിലൊന്നും ഇറങ്ങണില്ല. പിന്നെ കടലിൽ അവൾക്ക് പേടിയാണ്. അതിന് നോക്കുമ്പോൾ അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് അവൾ ഇറങ്ങണമൊന്നുമില്ല ഏട്ടാ. ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങി നിന്നാൽ അവൾക്ക് പേടിയാണ് ഏട്ടാ. അങ്ങനെ തനുക്കുട്ടി ഇവിടെ എത്തിയപ്പോൾ തനുക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. പിന്നെ തനുക്കുട്ടി ഓടിയൊക്കെ കളിക്കുകയാണ്. ഗൈസ്, ഈ സ്റ്റെപ്പ് കയറി പോണടുത്ത് കുറച്ച് മണലാണ് ഏട്ടാ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി തനുക്കുട്ടി ഒന്ന് ഇരുത്തി നോക്കാമെന്ന് വിചാരിച്ച്. അവൾ ഇരിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തനുക്കുട്ടി നമ്മളെ കയ്യിൽ ഇരിക്കണില്ല ഏട്ടാ. ഈ പുല്ലൊക്കെ ഉള്ള സ്ഥലം അവൾക്ക് ഇഷ്ടപ്പെട്ടു ഏട്ടാ. ഇതുവഴി നടക്കാനൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കരുതി അവിടെ ഇരുത്തി നോക്കാം, തനുക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തനുക്കുട്ടി എടുത്തിട്ട് നമ്മൾ അവിടെ പോവുകയാണ്. ഗൈസ്, അവിടെ പോയി എത്തിയപ്പോൾ തനുക്കുട്ടൻ പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഏട്ടാ. അവൾ മണലൊക്കെ വാരി കളിക്കുകയാണ്. പക്ഷെ അവൾ മണൽ വാരി തലയിലൊക്കെ ഇടുകയാണ് ഏട്ടാ. ഞാൻ തലയിലൊന്നും ഇടല്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ തലയിൽ മുഖത്തുമൊക്കെ വാരി മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഗൈസ്, ഇപ്പോഴും അവൾക്ക് ആ പുല്ലുള്ള സ്ഥലത്ത് പോകാനാണ് ഏട്ടാ ഇഷ്ടം. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു തനുക്കുട്ട ഇവിടെ ഇരുന്ന് കളിക്കാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുത്തിയേട്ടാ. അവിടെ വിടാത്തത്. അവിടെ ഫുട്ബോൾ കളിച്ചിട്ടിരിക്കുകയല്ലേ, ബോളൊക്കെ അവൾ ദേഹത്ത് കൊള്ളുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വിടാത്തത്. പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങ് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയേട്ടാ. അപ്പം അവിടെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ കിട്ടി. പിന്നെ ഞാൻ കരുതി തനുക്കുട്ടനെ ഒന്ന് ഇറക്കി നോക്കാം, തനുക്കുട്ട ഇറങ്ങുമോ എന്നൊക്കെ നോക്കാമെന്ന് കരുതി ഞാൻ ഒരിക്കൽ കൂടെ അവിടെ കൊണ്ടുപോയി ഏട്ടാ തനുക്കുട്ട ഇറങ്ങുമെന്ന് നോക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നോക്ക് മക്കളെ, ചേച്ചി കണ്ടാ നിൽക്കണമെന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ പേടിച്ചിട്ട് ചേച്ചി ചേച്ചി എന്നൊക്കെ കിടന്ന് വിളിക്കണ്. അവൾ പേടിച്ചാണ് ഇരിക്കുന്നത്. കണ്ട അവളെ മുഖം നോക്കി നോക്കും. അവൾ ഓരോരുത്തർ ഇറങ്ങണത് കണ്ട് ഭയങ്കര പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവൾ ഒട്ടും ഇറങ്ങാനില്ല, അവൾ താഴെ നിൽക്കാനില്ല. അപ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ കരുതി പിന്നെ അവൾക്ക് പേടിയാണെങ്കിൽ ഇറക്കണ്ടെന്നൊക്കെ കരുതി പിന്നെ ഞാൻ അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിൽക്കുകയാണ് ഏട്ടാ. ഗൈസ്, ഇങ്ങനെ തനുക്കുട്ടനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഏട്ടാ. തനുക്കുട്ടൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. അപ്പോൾ ഇതെല്ലാം കാണിച്ച് ഓരോന്നൊക്കെ പറയുമ്പോൾ തനുക്കുട്ടൻ അത്ഭുതത്തോടെയാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തനുക്കുട്ടനെ ഞാൻ മണലിലിറക്കി ഏട്ടാ. തനുക്കുട്ടൻ പിന്നെ അവിടെ മണലിലിറങ്ങിയപ്പോൾ പിന്നെ തനുക്കുട്ടന് മണലിലിറങ്ങാനുള്ള പേടിയൊക്കെ മാറി. പിന്നെ തനുക്കുട്ടൻ മണലിലൊക്കെ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ. അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തനുക്കുട്ട ആ വാവയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ. അവൾ മണലിൽ ഇറങ്ങിയതിന് ശേഷം പോകാൻ വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു ഏട്ടാ. പിന്നെ നമ്മൾ തനുക്കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഏട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.